പണ്ട് വിശാലമായ ഒരു വനത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സന്ധ്യാവേളയിൽ ഒരു മൃഗം വിഹരിക്കുന്നു. അവൻ്റെ കണ്ണുകളുടെ തുളച്ചു കയറുന്ന നോട്ടവും അഗ്നി ജ്വലിക്കുന്ന രോമങ്ങളും അവനെ വ്യത്യസ്തനാക്കുന്നു. അതെ, അത് സിംഹരാജനാണ്. ശക്തിയും ഗാംഭീര്യവുമുള്ള സിംഹരാജൻ. അവൻ്റെ ഒരു ഗർജനം മൈലുകൾക്കപ്പുറം കേൾക്കാൻ സാധിക്കും. അവൻ്റെ രോമങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങും. ഓരോ ചലനത്തിലും അവൻ്റെ പേശികൾ അലയടിക്കും. കണ്ണുകളിൽ കടുത്ത നിശ്ചയദാർഢ്യത്തോടെ സിംഹരാജൻ അവൻ്റെ ദേശം ഭരിക്കുന്നു. സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി അവൻ്റെ പ്രജകൾ അവനെ ആശ്രയിക്കുന്നു. ഒരു ദിവസം അവൻ ദാഹശാന്തിക്കായി ഒരു പുഴക്കരയിലേക്ക് നടന്നെടുത്തു. അവൻ പുഴയിൽ നിന്നും പതിയെ വെള്ളം കുടിച്ചു. ആഹാ, ഉന്മേഷദായകം! അവൻ ഓർത്തു. വീണ്ടും വെള്ളം കുടിക്കാനായി കുനിഞ്ഞു. പെട്ടെന്ന് എവിടുന്നോ ഒരു ഗർജനം കേട്ടു. സിംഹരാജൻ ഭയന്നു വിറച്ച് പുഴക്കരയിലെ ചതുപ്പിൽ തെന്നി വീണു. പുഴയിലെ താമരയിലയിൽ ഇരുന്ന തവളയുടെ ശബ്ദം ഒരു ഗർജനം പോലെ അവിടെങ്ങും പ്രതിധ്വനിക്കുകയായിരുന്നു. സിംഹരാജന്റെ ഭയത്തിനു പുറമെ തവളയും ഭയന്ന് പുഴയിലേക്ക് ചാടി വീണു. സിംഹരാജൻ ചുറ്റും നോക്കി. മറഞ്ഞിരുന്ന മറ്റു മൃഗങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. തെല്ലു നിരാശ തോന്നിയെങ്കിലും രാജൻ സ്വയം നിയന്ത്രിച്ചു. പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. ഇതൊരു പാഠമായി കണ്ട് ശ്രദ്ധയോടെ പെരുമാറണമെന്ന് അവൻ ഉറപ്പിച്ചു. ജാഗ്രതയോടെ അവൻ വീണ്ടും വെള്ളം കുടിച്ചു. ഒപ്പം മറ്റ് ശബ്ദങ്ങളെയും ശ്രദ്ധിച്ചു. ആഹാ, ഉന്മേഷദായകമാണ്, കൂടാതെ ശാന്തവും. ഓർക്കുക, സ്വരം കൊണ്ട് ചീവീടും ചിലപ്പോൾ ഭയപ്പെടുത്തിയേക്കാം.